ഭൂമിയും ചന്ദ്രനും പോലുള്ള ജ്യോതിർഗോളങ്ങൾക്കിടയിലുള്ള ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം അഥവാ ശൂന്യാകാശം. ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണ്ണമായും ശൂന്യമല്ല. വളരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പ്ലാസ്മയും വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ന്യൂട്രിനോകളും ഈ പ്രദേശത്തുണ്ട്. ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന തോതിലുള്ള പ്ലാസ്മയാണ് ഭൂരിഭാഗവും. സാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ നക്ഷത്രങ്ങളും താരാപഥങ്ങളുമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നതിന് പ്രത്യേകിച്ച് ഉത്തരം ശാസ്ത്ര സമൂഹം നൽകിയിട്ടില്ല. 1967 അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കി. ഈ കരാർ എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശ പര്യവേഷണങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കാൻ UN വ്യവസ്ഥകളുണ്ടെങ്കിലും ഉപഗ്രഹവേദ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈക്കയാണ് ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്ത് എത്തിയ ജീവി. പിന്നീട് 1961 റഷ്യയുടെ യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ വ്യക്തിയായി. പിന്നീടിങ്ങോട്ട് ധാരാളം ബഹിരാകാശ പര്യവേഷണങ്ങൾ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലേക്കും നടത്തിയിട്ടുണ്ട്. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ രാകേഷ് ശർമ്മയാണ്. ബഹിരാകാശത്ത് ശൂന്യതയും വികിരണങ്ങളും മറ്റ് ഭീഷണികൾ ഉയർത്തുന്നു. ശൂന്യാകാശത്തെ ഗുരുത്വമില്ലായ്മ ശാരീരികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം മനുഷ്യൻ്റെ ബഹിരാകാശ യാത്ര ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കുമായി പരിമിതപ്പെടുത്തി. മറ്റിടങ്ങളിലേക്ക് മനുഷ്യൻ ഇല്ലാത്ത ഉപഗ്രഹങ്ങൾ മാത്രമാണ് പര്യവേഷണങ്ങൾക്ക് വേണ്ടി അയക്കാറുള്ളത്. വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ മർദ്ദത്തിലേക്ക് ചെല്ലുന്നത് നെഞ്ചിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള മർദ്ദനത്തിൻ്റെ ഉയർന്ന വ്യത്യാസം ശ്വാസകോശത്തിൻ്റെ വിണ്ടുകീറലിന് കാരണമാകും. പെട്ടെന്നുള്ള അവമർദ്ദനത്തിൽ മർദ്ദവ്യത്യാസം കുറക്കാൻ രക്തത്തിലുള്ള ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത്തരത്തിലുള്ള ഓക്സിജൻ ഇല്ലാത്ത രക്തം തലച്ചോറിലെത്തിയാൽ മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും സ്വബോധം സെക്കൻഡുകൾക്കകം നഷ്ടപ്പെടുകയും മിനിറ്റുകൾക്കകം മരണപ്പെടുകയും ചെയ്യും. മർദ്ദം 6.3 കിലോ പാസ്കലിൽ കുറഞ്ഞാൽ രക്തവും മറ്റ് ശരീരസ്രവങ്ങളും തിളക്കുന്ന എംബുലിസം എന്ന അവസ്ഥയായി മാറും. ഈ അവസ്ഥയിൽ ശരീരം ഇരട്ടിയോളം വീർക്കുകയും രക്തചംക്രമണം കുറയ്ക്കുകയും ചെയ്യുന്നു. സ്പേസ് സ്യൂട്ട് ഉപയോഗിക്കുന്നത് വഴി എംബുലിസവും ശരീരത്തിൻ്റെ വീക്കവും കുറയ്ക്കാൻ കഴിയും. ഭൂമിയിൽ നിന്നും 8 കിലോമീറ്ററിന് മുകളിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാനും ജലനഷ്ടം ഇല്ലാതിരിക്കാനും സ്പേസ് സ്യൂട്ട് ഉപയോഗിക്കണം. 20 കിലോമീറ്റർ മുകളിൽ സ്പേസ് സ്യൂട്ട് എംബുലിസം ഉണ്ടാവാതിരിക്കാൻ അത്യന്താപേക്ഷിതമാണ്. മിക്കവാറും സ്പേസ് സ്യൂട്ടിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതുപോലെ 30 മുതൽ 39 കിലോ പാസ്കൽ ശുദ്ധമായ ഓക്സിജനാണ് ഉപയോഗിക്കുക. എംബുലിസം ഉണ്ടാവാതിരിക്കാൻ ഈ മർദ്ദം മതിയാവും. എങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്തത്തിലെ ബാഷ്പീകരണം മറ്റ് അസ്വസ്ഥതകൾക്ക് കാരണമാകും. ഇതുപോലുള്ള വീഡിയോസുകൾക്ക് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.